السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه فائزين برضا الله. أما بعد, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ പരിശുദ്ധിയുടെ പരിപാവനതയുടെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സഹകാരികൾ, സഹായികൾ, സ്നേഹിതർ, സ്ഥാപന ബന്ധുക്കൾ, സംഘടനാ ബന്ധുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ മണ്ണറകളെ മണിയറകളാക്കി പ്രകാശിപ്പിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമദാനിൻ്റെ ചൈതന്യം കൊണ്ട് വിജയിച്ച മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിൻ്റെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനിൽ ഓർക്കപ്പെടേണ്ട, സ്മരിക്കപ്പെടേണ്ട ഏറ്റവും വലിയ ചരിത്ര മുഹൂർത്തമാണ് പരിവർത്തനത്തിൻ്റെ പടപ്പാട്ടുപാടി പടക്കളത്തിൽ പടച്ചട്ടയണിഞ്ഞ പരിശുദ്ധരായ അസ്ഹാബുൽ ബദർ, വീരേതിഹാസം രചിച്ച ബദറിൻ്റെ അലയൊലികൾ. 6-ാം നൂറ്റാണ്ടിൻ്റെ അധാർമികതയിൽ അശ്വമേധം നടത്തി അരങ്ങുവാണിരുന്ന അറേബ്യൻ സമൂഹത്തിലേക്ക് പരിവർത്തനത്തിൻ്റെ പടപ്പാട്ടുമായി കടന്നുവന്ന് കലിമത്തു തൗഹീദിൻ്റെ ജാജ്വല സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന അതുല്യമായ ദൗത്യമായിരുന്നു അവർ ഏറ്റെടുത്തിരുന്നത്. ബദരീങ്ങൾ എന്ന് പറയപ്പെടുമ്പോൾ സർവായുധ സജ്ജരായ ഒരു വിഭാഗത്തിനോട് ഒട്ടിയ വയറും ഒഴിഞ്ഞ കൈയുമായി പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചവരാണ്. ബദറിലേക്ക് പോകുന്ന രംഗത്തിനെ കുറിച്ച് മഹാരഥന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം. മാനവിക സാകല്യത്തിന്റെ പരിച്ഛേദമായ പരിശുദ്ധമായ ഖുർആനിന്റെ ദിവ്യ സന്ദേശവുമായി പ്രകാശത്തിന്റെ സ്കിരണങ്ങൾ പൊടിച്ച് പെയ്തിറങ്ങുന്ന മാലാക മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു അത്രേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തീരുമാനമാണ് ഇസ്ലാമിന് വേണ്ടി പടപൊരുതാൻ രണാങ്കളത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ ചാരത്ത് വന്ന ഈ സന്ദേശത്തെ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് പറയാൻ എഴുന്നേറ്റു നിൽക്കുന്നത് ഒരു അല്പം ആശങ്കയോടുകൂടിയാണ്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിമുഖീകരിക്കുന്ന ആ സമൂഹം എന്ന് പറയുന്നത് മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ നിറഞ്ഞതാണ്. മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ കൂടിക്കലർന്ന ആ സമൂഹത്തിനോട് അല്ലാഹുവിൻ്റെ റസൂൽ എഴുന്നേറ്റു നിന്ന് ആശങ്കയോടെ ഈ സന്ദേശം പറയാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, പരിശുദ്ധമായ മദീനയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലായനം ചെയ്തു വരുന്ന സാഹചര്യത്തിൽ അല്ലാഹുവിൻ്റെ ഹബീബ് മദീന നിവാസികളുമായി മക്കത്ത് വച്ച് ഒരു ഹജ്ജ് വേളയിൽ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നിയുക്ത പ്രവാചകന്റെ വരവ് മദീനയിലേക്കാകുമ്പോൾ മദീന നിവാസികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുചരന്മാരെയും സ്വീകരിക്കാം എന്ന ഉടമ്പടിയിൽ അവർ ഒപ്പുവെക്കുമ്പോൾ മദീനക്കാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ ഒരു ഉറപ്പാണ്,
മദീനയിലോ മദീനയുടെ ബൗണ്ടറിയുടെ അകത്തളങ്ങളിൽ എവിടെയെങ്കിലും അങ്ങേക്കോ അങ്ങയുടെ സന്തത സഹചാരികൾക്കോ അങ്ങയെ അനുഗമിച്ച് പാലായനം ചെയ്തു വരുന്ന മക്ക നിവാസികളായ സ്വഹാബത്തിനോ എന്തെങ്കിലും അക്രമം നേരിട്ടാൽ, എന്തെങ്കിലും സുരക്ഷിതത്വത്തിന് കുറവ് വന്നാൽ എന്തും കൊടുത്ത് സംരക്ഷിക്കാൻ മദീന നിവാസികളായ ഞങ്ങൾ തയ്യാറാണ് എന്ന് അൻസ്വാറുകൾ പറഞ്ഞതിന്റെ ഉറപ്പിന്മേലാണ് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തേക്ക് വന്നത്. ഇപ്പോൾ രണാങ്കളത്തിലേക്ക് ബദറിലേക്ക് പോകാൻ അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോ ബദർ എന്ന് പറയുന്നത് മദീനയുടെ ബൗണ്ടറിക്കപ്പുറത്താണ്. മദീനയുടെ ബൗണ്ടറിക്കപ്പുറത്തേക്ക് യുദ്ധക്കളത്തിലേക്ക് പോകാൻ ഈ എൻ്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട്, അൻസാറുകളും മുഹാജിറുകളും കൂടിക്കലർന്ന ഈ സമൂഹത്തിനോട് പറയുമ്പോ മദീനയുടെ ബൗണ്ടറിക്കകത്തല്ല, അതുകൊണ്ട് ഞങ്ങൾ വരില്ല എന്നെങ്ങാനും അൻസാറുകളായ മദീന നിവാസികൾ പറഞ്ഞുപോയാൽ പിന്നെ മുഹാജിറുകൾ എന്ന് പറയപ്പെടുന്നവർ 90-ൽ 100 തികയാത്ത, അല്ലെങ്കിൽ 90 ചില്ലാനം വരുന്ന സ്വഹാബത്ത് മാത്രമാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ പടയെടുത്ത് ഹുങ്കാരം മുഴക്കി വരുന്ന ആ സമൂഹത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചെല്ലുമ്പോ ആയിരക്കണക്കിന് വരുന്ന ശത്രുപക്ഷത്തിന്റെ പളപള മിന്നുന്ന വാളിന്റെ തലപ്പിലേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയാൽ തന്നെ പ്രതിരോധത്തിന്റെ വീഴ്ചകൾ തീർക്കാൻ കഴിയുമ്പോ ഇസ്ലാമിന്റെ സമരഭടന്മാരായിട്ട് കേവലം 313 മാത്രമാണുള്ളത്. ഇവിടെ ഉടമ്പടി പ്രകാരം അൻസാറുകൾ മാറിയാൽ പിന്നെ വരാനിരിക്കുന്നത് 90 ചുല്ലാനം വരുന്ന മക്കത്ത് നിന്ന് വന്ന മുഹാജിറുകളായ പലായനം ചെയ്തു വന്ന സ്വഹാബികളാണ്. ഈ തുച്ഛമായ സ്വഹാബത്തിനോടൊത്ത് എങ്ങനെയാണ് രണാങ്കളത്തിലേക്ക് പോകുക, അല്ലെങ്കിൽ ഉടമ്പടിയിൽ പറഞ്ഞതനുസരിച്ചവർ പ്രതികരിക്കുമോ എന്നുള്ള ആശങ്കയോടെയാണ് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണാങ്കളത്തിലേക്ക് പോകണം എന്ന അള്ളാഹുവിന്റെ സന്ദേശത്തെ ഈന്തപ്പന മട്ടിൽ കൊണ്ട് നിർമ്മിച്ച് മണല് വിരിച്ചിട്ട മസ്ജിദുൻ നബവിയുടെ അകത്തളങ്ങളിൽ എഴുന്നേറ്റിരുന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ഈ സന്ദേശം കൈമാറുന്നത്. ഒന്ന് മുത്തുനബി ചോദിച്ചു, നിങ്ങൾ തയ്യാറാണോ സഹാബ? സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ് നബിയേ. വീണ്ടും ചോദിക്കുന്നു, സഹാബ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ തയ്യാറാണ് നബിയേ, തയ്യാറാണ് നബിയേ, തയ്യാറാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ അതരപുടങ്ങളിൽ നിന്ന് ദടപുളങ്ങളായി ഇതൾ വിരിയുന്ന അമൃതാക്ഷരി പാലരുവി പോലെ ഒഴുകിയെത്തുന്ന ചെഞ്ചുണ്ടുകളിൽ നിന്ന്, നാവിൻ തുമ്പിൽ നിന്ന് ഇടർച്ചയുടെ സ്വരത്തോടെ ആശങ്കയുടെ ബഹിസ്ഫുരണങ്ങളോടുകൂടി വരുന്ന ഈ സമ്മത ചോദ്യം കേട്ടപ്പോ അൻസാറുകളായ സ്വഹാബത്തിന് മനസ്സിലായി, ഇത് ഞങ്ങളെ ഉദ്ദേശിച്ച് ഞങ്ങൾ രണാങ്കളത്തിലേക്ക് പടവട്ടാൻ ഇറങ്ങിത്തിരിക്കുമോ എന്ന ആശങ്കയോടുകൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ അൻസ്വാറുകളായ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാളങ്ങ് ചാടി എഴുന്നേറ്റു. ആരാണയാള്? തരുളറുസി കിളയിലുള്ള സയ്യിദും സഅദാ തലവരണേ ഇബ്നു മുആദെളുന്തുരതാം പൊളുതാ. മദീനത്തെ പള്ളിയുടെ അകത്തളങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബായ സ്വഹാബത്തിന്റെ ഹബീബിന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ അൻസാറുകളാകുന്ന സ്വഹാബത്തിലെ ഏറിയ പേരും അധിക പേരുമുള്ള ഗോത്രം ഔസ് ഹസറജ് ഗോത്രമാണ്. തരുള റൗസി കിളയിലുള്ള സയ്യിദരാം സഅദാ. ഔസ് ഗോത്രത്തിന്റെ തലവരായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വിവർണമായ ചുവന്നു തുടുത്ത മുഖക്കമലത്തിന്റെ ആശങ്കയിലേക്ക് നോക്കിയിട്ട് മഹാനായ സഅദ് ഇബ്നു മുആദ് ചോദിക്കുകയാണ്, അയ്യാനാ തുരീദൂ,
നബിയെ അങ്ങിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, ഞങ്ങളെ ചിന്തിച്ചിട്ടാണോ, ഞങ്ങൾ രണാങ്കളത്തിലേക്ക് വരുമോ എന്ന ആശങ്കയോടുകൂടിയാണോ? എന്നാ കേട്ടുകൊള്ളുക, ഭൂരിപക്ഷം സ്വഹാബത്ത് അൻസാറുകളിലുള്ളവർ ഔസ് ഗോത്രത്തിന്റെ അംഗങ്ങളാണെങ്കിൽ അങ്ങയുടെ ശരീരത്തിൽ ഒരു രോമത്തിനെങ്ങാനും പോറലേൽക്കണമെങ്കിൽ സഅദ് ഇബ്നു മുആദിന്റെയും തന്റെ സംഘത്തിന്റെയും ശരീരത്തിൽ നിന്ന് ചാലിട്ടൊഴുകുന്ന രക്തത്തുള്ളിയിൽ ചവിട്ടിയിട്ടല്ലാതെ ബദറിന്റെ രണാങ്കളത്തിൽ സാധ്യമല്ല യാ റസൂലല്ലാഹ്. ആവേശം സ്ഫുരിക്കുന്ന സഅദ് ഇബ്നു മുആദിന്റെ വാക്കുകൾ കേൾക്കേണ്ട താമസം ലോകത്തിന്റെ നായകരായ അല്ലാഹുവിന്റെ ഹബീബായ പൂമുത്ത് മുസ്തഫായ നബി തങ്ങള് സ്വഹാബത്തിനോട് പറഞ്ഞു, പോകാൻ നമുക്ക് രണാങ്കളത്തിലേക്ക്, പടക്കളത്തിലേക്ക്. പടച്ചട്ടയില്ല, ആയുധങ്ങളില്ല, അൾബലങ്ങളില്ല. സ്വഹാബത്ത് വരികയാണ്, 1000 പടപൊരുതിയിട്ട് പരിശുദ്ധമായ ദീനിന്റെ വെന്നിക്കൊടി വാനിലേക്ക് പാറിപ്പറപ്പിക്കാൻ വരുന്ന സ്വഹാബത്തിന്റെ അവസ്ഥ എന്താ? 7 ദിവസം 17 ദിവസം പട്ടിണി കിടന്ന് ശരീരത്തിന്റെ വെടിപ്പും തുടിപ്പും നഷ്ടപ്പെട്ടു പോയ, ഒന്നെഴുന്നേറ്റു നിൽക്കാൻ പോലും കഴിവില്ലാതെ വേച്ച് നടക്കുന്ന കാൽപാദങ്ങളുമായിട്ട് 1000 വരുന്ന ഹുങ്കാരം മുഴക്കി വരുന്ന ഖുറൈശി പടയുടെ മുന്നിലേക്ക് സ്വഹാബത്തങ്ങ് കടന്നു വരുമ്പോ ഒട്ടകത്തിനയറുത്ത് മതോന്മുഖനായി ആവശ്യത്തിനനുസരിച്ച് ഭക്ഷണം കഴിച്ച് യുദ്ധക്കളത്തിലെ പോരാളികളുടെ രക്തത്തിന് സിരകളിൽ രക്തത്തിന്റെ ഓട്ടത്തിന് ലഹരി പതിക്കുന്ന ചിന്തകളുമായി സംഗീത നൃത്ത ചുവടുകൾ ചവിട്ടാൻ തരുണീമണികളായ പെൺകുട്ടികൾ ശരീരത്തിന്റെ അല്പഭാഗം മാത്രം മറിച്ചുകൊണ്ട് നൃത്തം ചവിട്ടുന്ന 1000 വരുന്ന സർവായുധ സജ്ജരായ മക്കാ കുഫാറുകളുടെ ഇടയിലേക്ക് സ്വഹാബത്ത് 313 ഒട്ടിയ വയറും ഒഴിഞ്ഞ കൈകളുമായിട്ട് ഇറങ്ങി ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, കണ്ടു നിന്നവർ അന്തരീക്ഷം പോലും സ്തംഭിച്ചു പോയ, അടിച്ചു വീശുന്ന കാറ്റുപോലും അനക്കമില്ലാതെ കാറ്റിലടിച്ചു വീശുന്ന വൃക്ഷത്തലപ്പുകൾ, ഈന്തപ്പന മട്ടിലുകൾ പോലും ഞെരുങ്ങി നിന്നുപോയ നിമിഷത്തില് സുബ്ഹാനല്ലാഹ്, ബദരീങ്ങൾ വരുന്നു. വളവള മിന്നുന്ന വാളിന്റെ ആ തലപ്പുകൾ അവരുടെ കരങ്ങളിലില്ല, ചിതറിച്ചെറിക്കുന്ന കുന്തമുനകൾ അവരുടെ കൈകളിലില്ല, ആയുധങ്ങളൊന്നും അവരുടെ കൈകളിലില്ല. പക്ഷേ 1000 ഇങ്ങനെ പടയെടുത്തു വരുമ്പോ 1000 പടയെടുത്തു വരുന്നതിന്റെ ഇടയിലേക്ക് 313 ഇടിച്ചങ്ങ് കയറി. ഉത്സവപ്പറമ്പിൽ മതമിളകിയ ആനയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉത്സവപ്പറമ്പിൽ മതമിളകിയ ആന കണ്ണിൽ കണ്ടത് മുഴുവനും തച്ച് തകർത്ത് തരിപ്പണമാക്കുന്നത് പോലെ ഹസ്ബുനല്ലാഹ് 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 ഹസ്ബുനല്ലാഹ്. ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന് തസ്ബീഹ് മാലയിൽ കോർത്തിണങ്ങിയ മുത്തുമണികൾ ഒരേ ചരടിൽ ചലിപ്പിക്കുന്ന ശബ്ദബീജുകളായിട്ട് ബദരീങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്ന് പെയ്തിറങ്ങാൻ തുടങ്ങി. വാളുകൾ ഞങ്ങൾക്ക് വേണ്ടടോ, കുതിരകൾ ഞങ്ങൾക്ക് ആവശ്യമില്ലടോ, പരിചകളിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നില്ലടോ, യുദ്ധസന്നാഹങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമേ അല്ലടോ. ഹസ്ബുനല്ലാഹ്, ആകാശലോകത്തിന്റെ അധിപനായ ജഗന്നിയന്താവായ റബ്ബിൽ ഇസ്സത്തായ ഏകഛത്രാധിപതിയായ അല്ലാഹു ഞങ്ങൾക്ക് മതിയടോ, അല്ലാഹു ഞങ്ങൾക്ക് മതിയടോ. പതിരീങ്ങളാരണാങ്കളത്തിലേക്ക് ഇറങ്ങി. സുബ്ഹാനല്ലാഹ്, ആകാശത്തു നിന്ന് വിശുദ്ധിയുടെ പെരുമഴക്കാലം പോലെ അല്ലാഹുവിന്റെ പട്ടാളം പെയ്തിറങ്ങി. അല്ലാഹുവിന്റെ
മലക്കുകൾ പെയ്തിറങ്ങി ബദറിന്റെ രണാങ്കളത്തില് പരിശുദ്ധമായ വിജയത്തിന്റെ പേര് മുഴങ്ങുകയാ. ആഹ്ലാദത്തിമർപ്പിന്റെ സാഹചര്യം ഒരുങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂല് 1000ന്റെ മുന്നിൽ വിജയത്തിന്റെ കാഹളം മുടക്കി വരുമ്പോ സുബ്ഹാനല്ലാഹ്, ഇന്നും ഞാനും നിങ്ങളും ആത്മവിശ്വാസത്തോടെ സ്വാതന്ത്ര്യത്തോടെ അല്ലാഹുവിനെ ഭയപ്പെട്ട് ഒരാളുടെ മുന്നിലും തലകുനിക്കാതെ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നത് ഈ ബദരീങ്ങൾ രണാങ്കളത്തിലേക്ക് ഇറങ്ങിയ ആത്മവിശ്വാസത്തിന്മേലാണ്. ആ ബദരീങ്ങളെയാണ് ഓർക്കേണ്ടത്. ആ ബദരീങ്ങളെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത്. ആ ബദരീങ്ങളെയാണ് ബദർ കേവലമൊരു ആസ്വാദനത്തിന്റെ ചരിത്രമല്ല. ബദരീങ്ങളെ ഓർക്കുമ്പോ, ബദരീങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ, ബദരീങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ, ബദർ യുദ്ധത്തിന്റെ കാരണക്കാരനായ സഅദ് മുആദിൽ നിന്ന് പഠിക്കാൻ ഒരു പാഠം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ലൗ നജാ മിൻ ദഅത്തിൽ ഖബ്രി ലനജാ സഅദ് ഇബ്നു മുആദ്. ലൗ നജാ മിൻ ദഅത്തിൽ ഖബ്രി ലനജാ സഅദ് ഇബ്നു മുആദ്. ആരെങ്കിലും ഒരാൾ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന്, ഖബറിന്റെ ഏതു ഭയാനകത, ഏതു മനുഷ്യനെ കൊണ്ടുപോയി ഖബറിലേക്ക് വച്ചാലും അത് പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ, അള്ളാഹു പൊരുത്തപ്പെട്ട വ്യക്തിയാകട്ടെ പൊരുത്തപ്പെടാത്ത വ്യക്തിയാകട്ടെ, എല്ലാവരും ഖബറിൽ ഒരേപോലെ നേരിടുമെന്ന് പറഞ്ഞ ചില ഖബറിന്റെ ഭയാനകതകളുണ്ട്. അതിൽ ഒന്ന് ഖബറിന്റെ ലഅ്തത്താണ്. ഖബർ പരസ്പരം കോർത്തിണങ്ങുക, രണ്ട് ഭിത്തികൾ തമ്മിൽ കോർത്തിണങ്ങുക. ആ രണ്ട് ഭിത്തികൾ തമ്മിൽ കോർത്തിണങ്ങുമ്പോ ഹത്താ തഖ്തലിഫ അദ്ലാഅഹു, അവന്റെ രണ്ട് വിരലുകൾ പരസ്പരം വിരലുകൾ ഇങ്ങനെ കോർത്തിണങ്ങുന്നത് പോലെ വാരിയെല്ലുകൾ കോർത്തിണങ്ങി പൊട്ടിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ആരെങ്കിലും ഒരാൾ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ രക്ഷപ്പെടേണ്ടിയിരുന്നത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആണ്. പക്ഷേ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടിട്ടില്ല എന്ന ചരിത്രം. രക്ഷപ്പെടുമായിരുന്നു എന്ന് പറയാനുള്ള കാരണം ബദർ നയിച്ച കാരണം കൊണ്ട്. രക്ഷപ്പെടാതിരുന്ന കാരണം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിനെ അനുഗമിച്ച് തിരുനബി നടക്കുന്നത് വിരലുകുത്തിയിട്ടാണ്. വിരലുകുത്തിയിട്ട് നടക്കുന്ന സഅദ് ഇബ്നു മുആദിന്റെ അനുഗമ മയ്യത്ത് സംസ്കരണ പരിപാടിയിൽ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, എന്തേ നബിയെ ഇങ്ങനെ നടക്കുന്നത്? സഅദിന്റെ മയ്യത്ത് സംസ്കരിക്കാൻ, അനുഗമിക്കാൻ, മയ്യത്ത് കൊണ്ടുപോകാൻ മലക്കുകൾ പെയ്തിറങ്ങിയിട്ട് എനിക്ക് കാലുകുത്താൻ സ്ഥലമില്ല സ്വഹാബ എന്ന് പറഞ്ഞ മയ്യത്ത് കൊണ്ടുപോയി ആര്? മലക്കുകൾ കബറടക്കിയ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ثم الرضا عن أبي بكر وعن عمر എന്ന ബൈത്ത് നമ്മൾ ബുർദയുടെ അവസാന ഭാഗം ചൊല്ലി വരുമ്പോൾ കാണാം, സഅദിൻ സഈദിൻ സുബൈറിൻ തൽഹത്തി വഅബി. സഅദ് സഈദ് അല്ലേ? അതിലാണ് ഈ സഅദും ഫിൽ ജന്ന. ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ സഅദേ നീ സ്വർഗത്തിലാണെന്ന് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി. വമഹ്തസ്സ അർശുല്ലാഹ്. ഒരാള് മരിക്കുമ്പോ ആ മരണവാർത്ത കേൾക്കുമ്പോ നമുക്ക് എന്തുണ്ടാകും? നമ്മുടെ കൽബൊന്ന് പടയ്ക്കും അല്ലേ? എന്നാൽ ഏറ്റവും അടുത്ത ആളുകളാണ് എങ്കിൽ നമുക്കൊരു ഞെട്ടലുണ്ടാകും. ഈ അടുത്ത കാലത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പുലൈച്ചി തലൈവ എന്ന് അവര് വിളിച്ചിരുന്ന ജയലളിത ചത്തപ്പോ ആ മരണവാർത്ത കേട്ടിട്ട് 70-ലേറെ ആളുകൾ ഹൃദയത്തിന് സ്തംഭനം വന്ന് മരിച്ചുപോയത്രേ എന്ന് ആ സമയത്തെ വാർത്തകളിൽ നമ്മൾ കേട്ടതാണ്. എന്നാൽ
ഇത് സഅദ് ഇബ്നു മുആദാണ്. സഅദ് ഇബ്നു മുആദ് എന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സമരകാഹളത്തിന്റെ മുന്നിൽ നിന്ന നായകനാണ്. ഈ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുമ്പോൾ ഈ മരണ വാർത്ത കേട്ടിട്ട് കുലുങ്ങിയത് ഈ ദുനിയാവിലുള്ള ആരുമല്ല, വമഹ്തസ്സ അർശുല്ലാഹ്, അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയെന്ന് മുഹമ്മദ് മുസ്തഫ. അത്ര വലിയ സ്ഥാനത്തിന്റെ ഉടമ ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് ഇറക്കി വെച്ച് പലകയിട്ട് മൂടി മണ്ണിട്ട് മൂടി എല്ലാവരും അങ്ങ് പിരിഞ്ഞു പോയപ്പോ സഅദ് ഇബ്നു മുആദിന്റെ ഖബറിന്റെ രണ്ട് ഭിത്തികൾ അങ്ങ് കൂടിയിട്ട് സഅദ് ഇബ്നു മുആദിന്റെ വാരിയല്ലുകൾ പരസ്പരം പൊട്ടിപ്പോയെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തേ നബിയേ സഅദിനങ്ങനെ പറ്റാനുള്ള കാരണം നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്വഹാബത്ത് ചോദിച്ചു, ബദറിന്റെ നായകരല്ലയോ, അർശ് കുലുക്കിയ മഹാനല്ലയോ, മലക്കുകൾ കൊണ്ടുപോയി കബറടക്കിയ മഹാനല്ലയോ, അല്ലാഹുവിന്റെ ഹബീബായ അങ്ങയുടെ ശറഫാക്കപ്പെട്ട പൂമുത്ത് നാവുകൊണ്ട് സ്വർഗത്തിലാടുന്ന ഹയാത്ത് കാലത്ത് പറഞ്ഞു വച്ച നായകരല്ലയോ? പിന്നെ എന്താണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അങ്ങനെ ഇടുങ്ങാനുള്ള കാരണം? സ്വഹാബാ, സഅദ് ഇബ്നു മുആദ് ഒരിക്കൽ മൂത്രമൊഴിച്ചു. സഹാബാ, മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ഇസ്തിബ്റാഹ് ചെയ്യൽ സുന്നത്താണല്ലോ സഹാബാ. മൂത്രം ആദ്യം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോ പിന്നെ അതിൻ്റെ മൂത്രത്തിൻ്റെ നാളികളിൽ ചെറിയ ചെറിയ തുള്ളികളായി പറ്റിപ്പിടിച്ചിരിക്കുന്ന മൂത്രമില്ലേ, അത് എല്ലാം കൂടി ഒരു തുള്ളിയായി പുറത്തേക്ക് വരുന്നതിന് ചിലർക്കൊന്ന് തൊണ്ടാനക്കിയാൽ മതിയാകൂ, ചിലർക്കൊന്ന് ആ മൂത്രത്തിൻ്റെ ഞരമ്പിലൊന്ന് തടവിക്കൊടുത്താൽ മതിയാകൂ, ചിലർക്കൊന്ന് എഴുന്നേറ്റ് നടന്നാൽ മതിയാകൂ. ഒരു യാത്രയിലോ മറ്റോ സഅദ് ഇബ്നു മുആദ് ആ ഇസ്തിബ്റാഹ് ചെയ്യുന്നതിന് മുമ്പ് സഅദ് ഇബ്നു മുആദ് എഴുന്നേറ്റ് പോന്നു. സ്വഹാബാ, ഒന്ന് മൂത്രമൊഴിച്ചപ്പോ ആ മൂത്രമൊഴിച്ചതിന്റെ കാരണം കൊണ്ട് സഅദ് ഇബ്നു മുആദ് ഇസ്തിബ്റാഹ് ചെയ്യാൻ വിട്ടുപോയ കാരണം കൊണ്ട് ഖബർ പരിഗണിച്ചില്ല. ബദറിന്റെ നായകനെന്നോ അർശ് കുലുക്കിയ നായകനെന്നോ സ്വർഗം കൊണ്ട് ജീവിച്ചിരിക്കുമ്പോ മുത്താറ്റൽ തങ്ങൾ വാഗ്ദാനം ചെയ്ത നായകരെന്നോ ഖബർ നോക്കിയില്ല, ഖബർ പിടിച്ചു കുലുക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ബദരീങ്ങളെ ഓർക്കുന്ന മജ്ലിസ്, റമദാൻ 17ന്റെ മജ്ലിസ്, അല്ലാഹുവിലേക്ക് അടുക്കേണ്ട മജ്ലിസ്. ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയപ്പോ അത് പറയത്തക്ക നമ്മുടെ മുന്നിലെടുത്ത് പറയേണ്ട വിധ വലിയ തെറ്റുകളല്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടാകുമ്പോഴോ സഅദ് ഇബ്നു മുആദിന് ഒരുപാട് അനുഗ്രഹങ്ങൾ മറുഭാഗത്ത് പറയാനുണ്ടാകുമ്പോഴോ സഅദിനെ ഖബർ പിടിച്ചു കുലുക്കിയത് കണ്ടോ? ഉമ്മമാരെ, പെങ്ങന്മാരെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, ശബ്ദം ശ്രവിക്കുന്നവരെ, അങ്ങകലെ ആകാശത്തിന്റെ വെള്ളിക്കീറിൽ റമദാനിന്റെ വസന്ത ചന്ദ്രിക പൂർണ്ണമായി ഇനി അവസാനിക്കാൻ കുറച്ച് ദിനരാത്രങ്ങൾ മാത്രം ശേഷിക്കുമ്പോ ഖുർആൻ ഓതിയത് കൊണ്ട് മാത്രം, നിസ്കരിച്ചത് കൊണ്ട് മാത്രമല്ല, ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് ഖുർആൻ ഓതിയിട്ടുണ്ട്, ഞാൻ തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്, റമദാൻ മുഴുവനും ഞാൻ ചൈതന്യത്തിന്റെ വഴിയിലൂടെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവരെ സഅദിനെ ഓർക്കുന്നത് നല്ലതാ. അതുകൊണ്ട് അടുത്ത റമദാനിലേക്ക് എത്തുമോ എന്ന് നമുക്കറിയില്ല. ബദരീങ്ങൾ ഒരു പാഠമാണ്, ബദരീങ്ങൾ ഒരു സന്ദേശമാണ്, ബദരീങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്, ബദരീങ്ങൾ ജീവിതത്തിന്റെ വഴിത്താരയാണ്, ബദരീങ്ങൾ സമാധാനത്തിന്റെ ഈറ്റില്ലമാണ്, ബദരീങ്ങൾ പ്രയാസങ്ങളുടെ പരിഹാരമാണ്, ബദരീങ്ങൾ പ്രതിസന്ധികളുടെ ശാശ്വത പരിഹാരമാണ്. അതിന് ബദരീങ്ങളെ ഓർക്കുമ്പോ ബദരീങ്ങളുടെ വിശുദ്ധിയുള്ള ജീവിതം കൂടി ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ. ബദരീങ്ങളോട് അല്ലാഹു പറഞ്ഞു, അമലു മാ ശുഅ്തും
കൊടുത്തും രണാങ്കളത്തിലേക്ക് സർവ്വതും ത്യജിച്ചിറങ്ങിയതിന്റെ പേരിൽ ഇനി ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചു പോയാൽ ഞാൻ നിങ്ങൾക്ക് മാപ്പാക്കി തന്നിട്ടുണ്ടെന്നുള്ള ഗ്യാരണ്ടി ബദരീങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ട് അതിനുശേഷം പോലും അല്ലാഹുവേ ബദരീങ്ങളിൽ നിന്ന് ഒരു തെറ്റ് കണ്ടിട്ടില്ല, ഒരു മോശത്തരം കണ്ടിട്ടില്ല, ഒരു വൃത്തികേടുകൾ കണ്ടിട്ടില്ല, ഒരു ഹറാമിലേക്ക് അവർ കടന്നിട്ടില്ല. അവര് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവരാണ്, അവര് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവരാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിൽ ആർജിച്ചെടുക്കുന്ന ഈ വിശുദ്ധി, റമദാനിന്റെ പരിശുദ്ധി, റമദാനിന്റെ മനോഹാരിത, റമദാനിന്റെ ഓർമ്മപ്പെടുത്തലുകൾ അത് ജീവിതത്തിലേക്കുള്ള വരാനിരിക്കുന്ന ജീവിതത്തിലേക്കുള്ള അനുഗ്രഹങ്ങളാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അർഹമുർ റഹീമീനായ അല്ലാ, നീ ഞങ്ങൾക്ക് റമദാനിനെ അനുകൂലമാക്കണേ അല്ലാ, റമദാനിനെ പ്രതികൂലമാക്കല്ലേ അല്ലാ. റമദാൻ ലൈലത്തുൽ ഖദ്റിനെ കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. റമദാനിൽ വിജയിച്ച മുത്തഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. റമദാനിൽ നിനക്ക് പൊരുത്തപ്പെട്ട അടിയാറുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ എവിടെയാണെങ്കിലും കാത്തോളണേ അല്ലാ. ഞങ്ങളെ സഹായിച്ചവർ, സ്ഥാപനത്തിനെ സഹായിച്ചവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ അല്ലാഹുവേ കൈപിടിച്ച് തങ്ങളെ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞവര് അല്ലാ അല്ലാ അവർക്കൊക്കെ റമദാനിനെ കൊണ്ട് വിജയം നൽകണേ അല്ലാ. ഞങ്ങളെ നീ ഒരു ലോക വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.